അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസും ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യാൻ എല്ലാം ഒരുമിച്ചൊന്ന് ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഒരു വെക്റ്റർ കർവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാൻജൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ടാൻജൻറ്റ് ഈക്വൽ ടു r dash of t divided by modulus of r dash of t. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ ആദ്യത്തെ ഇക്വേഷൻ, ടാൻജൻറ്റ് കണ്ടുപിടിക്കാനുള്ള r dash of t divided by modulus of r dash of t. ഇനി ഇപ്പോൾ ടിക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ടിയുടെ അവിടെ ഇപ്പം t ഈക്വൽ ടു 5/4 എന്നും എല്ലാം പറയുവാണെങ്കിൽ ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നിങ്ങൾ 5/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റാണ്. ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഡെൽ ഫൈ. ഈ ഡെൽ ഓപ്പറേറ്ററിന് വേറൊരു പേരുണ്ട്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അല്ലേ? ഡെൽ ഓപ്പറേറ്ററിന് വേറൊരു പേരാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പം ഈ ഡെൽ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. പിന്നെ ഡെൽ ഫൈ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഒരു ഫൈ ഇട്ട് കൊടുക്കുക. ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഇതാണ് നമ്മുടെ ഡെൽ ഫൈ, ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലർ. ഇനി നമുക്ക് അടുത്തെന്ന് പറയുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇതെല്ലാം നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കണേ. നിങ്ങൾ പഠിക്കുന്ന ബുക്കിൻ്റെ ഏറ്റവും അവസാനം ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻസ് എല്ലാം ഒരുമിച്ച് എഴുതി വയ്ക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാം അവസാന ടൈമിൽ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ഇനി മൂന്നാമത്തെ വരുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് d ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യൂണിറ്റ് വെക്ടർ യു. ഈ യൂണിറ്റ് വെക്ടർ യു എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ആണ്. ഡെൽ എഫ് ഡോട്ട് യു. ഈ തന്നിരിക്കുന്ന എഫ് ചിലപ്പം എഫ് ഒരു സ്കെയിലർ വെക്ടറാണ്. തന്നിരിക്കുന്ന ഈ എഫ് എന്ന് പറയുന്നത് വെക്ടറാണ്. ഇനി അടുത്തത് ഡൈവേർജൻസ്. ഡിവ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ് ആണ് അല്ലേ? ഡിവ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ്. കേൾ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് എഫ്. പിന്നെ സോഴ്സും സിങ്കും പഠിച്ചില്ലേ? സോഴ്സും സിങ്കും സോഴ്സ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ? സിങ്ക് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫ് ലെസ് ദാൻ 0 ആണ്. പിന്നെ ഡെൽ ഡോട്ട് എഫ് 0 ആണെങ്കിൽ എന്താണത്? ഈക്വൽ ടു സോളിനോയിഡ് അല്ലേ? ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ സോളിനോയിഡൽ. അതുപോലെ തന്നെ ഡെൽ ക്രോസ് എഫ് 0 ആയി കഴിഞ്ഞാൽ ഇറൊട്ടേഷണൽ അല്ലേ? സോഴ്സ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ് ഗ്രേറ്റർ ദാൻ 0യും സിങ്ക് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ് ലെസ് ദാൻ 0 ആയിരിക്കും. പിന്നെ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ സോളിനോയിഡലാണ്. ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറൊട്ടേഷണൽ ആണ്. സോളിനോയിഡൽ വെക്ടർ ഫീൽഡ് ആയിരിക്കും. തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആയിരിക്കും.
ഡെൽ ക്രോസ് ഓഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് ഇറോട്ടേഷണൽ ആയിരിക്കും. അടുത്ത ഇനിയും നമ്മൾ മാക്സിമം ഡെറിവേറ്റീവ്, മാക്സിമം റേറ്റ് ഓഫ് ഡെറിവേറ്റീവ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, മിനിമം റേറ്റ് ഓഫ്, അപ്പോൾ മാക്സിമം റേറ്റ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഞാൻ ഡി എന്നിടുവാണേ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അതെന്ന് വെച്ചാൽ എന്താണ്? ഡെൽ ഡോട്ട് എഫ്. ഡെൽ ഡോട്ട് എഫ് കണ്ടാൽ മതി. ഇനി ആക്ച്വൽ വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് കാണും. ഡെൽ ഡോട്ട് എഫിൻ്റെ മോഡുലസ് കാണും. അതുപോലെ തന്നെ മിനിമം കാണാൻ ചോദിച്ചാലോ? മിനിമം കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? മിനിമം ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മിനിമം ആക്ച്വൽ വാല്യൂ കാണാനാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ ഇത് കാണാം. ഇനി നമുക്ക് ഇനി അടുത്തെന്ന് പറയുമ്പോൾ ലൈൻ ഇൻ്റഗ്രൽ. ഇപ്പോൾ ഇൻ്റഗ്രൽ സി എഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടീയിലോട്ടാക്കണം, എക്സിനെ ടീയിലോട്ടാക്കണം, വൈനെ ടീയിലോട്ടാക്കണം, ഇസഡിനെ ടീയിലോട്ടാക്കണം. എന്നിട്ട് ഇവിടെ ഡി എസ് ആയിരിക്കും. ഈ ഡി എസിനെ മാറ്റി ഡി ടിയിലോട്ടാക്കണം അല്ലേ? ഈ ഡി എസിനെ മാറ്റാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. ഇവിടെ വരുന്ന ഈ ഡി എസിനെ മാറ്റണം അല്ലേ? നമ്മൾ എല്ലാ ടേമിനെ ഡി ടിയിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി എന്തോ ഇവിടെ ഡി എസ് എല്ലാ ടേമിനെ നമ്മൾ ഇവിടുന്ന് ഇത് വിത്ത് റെസ്പെക്ട് ടു ഡി എസിലായിരുന്നു കിടന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി എസിലായിരുന്നു കിടന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒറ്റ ഇൻ്റഗ്രൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തിന് എക്സ് ടേമിനെയും വൈ ടേമിനെയും ഇസഡ് ടേമിനെയും ടി എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിളിലേക്ക് മാറ്റി. ഈ ടി എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് വിത്ത് റെസ്പെക്ട് ടു ആരിലെ ചെയ്യാം? ഇനി ഇൻ്ററേഷൻ ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഡി എസിനെ മാറ്റി ഡി ടിയിലേക്ക് ആക്കാനുള്ള ഫോർമുലയാണ് ഇത്. റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. ഓക്കെ. പക്ഷേ നമുക്ക് ഇപ്പം ക്വസ്റ്റ്യന് ഡി എസ് അല്ല, അതിന് പകരം ഡി എക്സോ അങ്ങനെ എല്ലാം തരുവാണെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാനുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ് കിടക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് എക്സ് പ്ലസ് വൈ ഡി എക്സ് എന്നും കിടക്കുക. അപ്പോൾ ഈ ഡി എക്സിനെ മാറ്റി ഡി ടിയിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡും ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഈ ഡി എക്സിനെ മാറ്റി ഡി ടി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒരു കാരണവശാലും ഡയറക്റ്റ് ഒരു സാധനത്തെ ഡി എക്സ് എന്ന് പറയുന്ന സാധനത്തെ ഡയറക്റ്റ് കൊണ്ട് ഡി ടി എന്ന് എഴുതല്ലേ. ഇപ്പോൾ തന്നിരിക്കുന്ന ഇത് നോക്കുക. ഇപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി ആണെന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി ആണെങ്കിൽ രണ്ട് സൈഡും ഡിറൈവ് ചെയ്യുക. രണ്ട് സൈഡ് എക്സ് സ്ക്വയറിനെ ഡിറൈവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x dx. ടീനെ ഡിറൈവ് ചെയ്താൽ ഡി ടി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഡി എക്സിനെ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? ഡി ടി ബൈ 2 അല്ലേ. ഇപ്പോൾ അവിടെ എന്തെങ്കിലും എക്സ് ടേം എല്ലാം ഉണ്ടെങ്കിൽ ഈ എക്സ് ടേം ഉണ്ടെങ്കിൽ അത് ഓക്കെ ആയിക്കോളും അല്ലേ. അല്ല ഇപ്പം ഇങ്ങനെ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കുവേ. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഡി എക്സ്. നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് ടി സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡും ഡിറൈവ് ചെയ്തു. അപ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2t dt എന്ന് വരും. അപ്പോൾ നമ്മളുടെ ഡി എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇൻ്റഗ്രൽ എക്സ് പ്ലസ് വൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് 2t dt എന്ന് കൊടുക്കണം. എന്നിട്ട് എക്സിനും വൈനും സബ്സ്റ്റിറ്റ്യൂഷൻ വേറെ എന്തെങ്കിലും കാണുമായിരിക്കും.
എന്നിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് ടി സ്ക്വയറും കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് അതിനായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തന്നു കാണും, അതും കൊടുക്കണം. ഓക്കെ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പഠിച്ചിരിക്കുന്ന വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ W = ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇനി തന്നിരിക്കുന്ന ഒരു ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ഇത് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ. കൺസർവേറ്റീവ് ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ∂M/∂y = ∂N/∂x. ഇത് ഓർക്കുന്നുണ്ടോ? അപ്പം ഒരു എക്സാമ്പിൾ എഴുതി കളിക്കാം. R = 2x² + 2y². അപ്പം ഇങ്ങനൊരു ഇക്വേഷൻ തന്നിരിക്കുക, ഒരു വെക്ടർ തന്നിരിക്കുക, ഒരു വെക്ടർ ഫീൽഡ് തന്നിരിക്കുക. ഇത് കൺസർവേറ്റീവ് ആണോ അല്ലെങ്കിൽ ഇതിനെ ഞാൻ M ആയിട്ടും എടുത്തു, ഇതിനെ N ആയിട്ടും എടുത്തു. അപ്പോൾ കമ്പയർ ചെയ്യുന്ന ഇത് രണ്ടുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ∂M/∂y ചെയ്യണം അല്ലേ? M എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ എടുക്കണം, അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് വേണം ഡിറൈവ് ചെയ്യാൻ. അപ്പോൾ ∂M/∂y, ∂M എന്ന് പറയുമ്പോൾ 2x² /∂y. ∂y എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലല്ലേ, ഇവിടെ 2x² എന്നല്ലേ, അപ്പോൾ എന്തായി പോകും? 0 ആയി പോകും. അതുപോലെ തന്നെ ∂N/∂x. ∂N എന്ന് പറയുന്നത് എന്താ? 2y² /∂x അല്ലേ, ഈക്വൽ ടു എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ കണ്ടോ, ∂M/∂y-ഉം ∂N/∂x-ഉം രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ടാൻജന്റ് ലൈൻ തന്നു കഴിഞ്ഞാൽ ടാൻജന്റ് ലൈൻ ഓഫ് എ കർവ് കണ്ടുപിടിക്കാൻ, ടാൻജന്റ് ലൈൻ ഓഫ് എ കർവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? R vector = R0 vector plus T into V vector. V vector എന്ന് വെച്ചാൽ എന്താണ്? R'(0) ആണ്. ഈ R'(R0) എന്ന് വെച്ചാൽ എന്താണ്? R of Tക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് R0 എന്ന് പറയുന്നത്. Tക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ആ ഒരു ഫോമിനെയാണ് പറയുന്നത് R0 എന്ന്. ഓക്കെ. ഇനി നമുക്ക് അവസാനം ഇനി നമുക്ക് ഇത് ഏതാണ്? കണ്ടിന്യൂസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം ആ തന്നിരിക്കുന്ന f of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഷുഡ് ബി ഡിഫൈൻഡ് ആയിരിക്കണം. f of x എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത് ലിമിറ്റ് x → 0 f of x എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത് f of x = ലിമിറ്റ് x → 0 f of x. ഇത് രണ്ടും ഈ ലിമിറ്റ് f of x = ലിമിറ്റ് x → 0 f of x ആയിരിക്കണം. ഇത് രണ്ടും ഈക്വലും ആയിരിക്കണം. ഇതാണ് 3 കണ്ടീഷൻസ് ഒരു ഫംഗ്ഷൻ, ഒരു തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ മൊഡ്യൂൾ 3 ന്ന്. ഓക്കെ, താങ്ക് യു.